ഷഹീദ് സുൽത്താൻ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഏറനാടൻ വീരസിംഹം വാരിയംകുന്നത്തിന്റെ ധീരതയുടെയും ദേശസ്നേഹത്തിന്റെയും നീതിനിഷ്ഠയുടെയും കഥ ചരിത്ര വിദ്യാർത്ഥികളുടെ രക്തം ത്രസിപ്പിക്കുന്ന ഉജ്ജ്വല കാവ്യമാണ്. ലോകത്തിലെ 50-ലേറെ രാജ്യങ്ങളിൽ കോളനികൾ സ്ഥാപിച്ച, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച മലബാറുകാരുടെ സുൽത്താനായിരുന്നു അദ്ദേഹം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭീഷണിക്ക് മുന്നിൽ ഒരിക്കലും മുട്ടുമടക്കാതെ, അടങ്ങാത്ത സ്വാതന്ത്ര്യ ദാഹത്തോടെ മൂർച്ചയേറിയ ആയുധമേന്തി മുന്നിൽ നടന്ന അദ്ദേഹം ജനങ്ങളിൽ വിപ്ലവ വീര്യം പകർന്നു. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി എന്നീ താലൂക്കുകളിലെ 200ഓളം ഗ്രാമങ്ങളിൽ 6 മാസത്തോളം സ്വന്തം നിലയിൽ പാസ്പോർട്ടും നിയമനികുതി സമ്പ്രദായങ്ങളും ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ഏക സമാന്തര ഭരണകൂടത്തിന്റെ നായകനായിരുന്നു വാരിയംകുന്നൻ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഉറക്കം കെടുത്തിയ അപൂർവധീരൻ. ജനങ്ങളെ അഭിവാദ്യം ചെയ്ത ഓരോ നിമിഷവും നേതാവെന്ന നിലയിൽ ഉയർന്നു നിന്ന വ്യക്തിത്വം. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് അദ്ദേഹം നിരന്തരം ശ്രമിച്ചു. മതം മനുഷ്യരെ വേർതിരിക്കാനല്ല, ഒന്നിപ്പിക്കാനാണെന്ന് വിശ്വസിച്ചു. ജന്മിത്വത്തിനും അടിമത്തത്തിനുമെതിരെ തീപ്പൊരിയായി. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ സ്വതന്ത്ര സർക്കാർ എന്ന ആശയം യാഥാർത്ഥ്യമാക്കിയ ദർശനശാലി. നികുതി നീതിയുടെ പേരിൽ ജനങ്ങളുടെ ശബ്ദമായി. ജനകീയ കോടതികൾ സ്ഥാപിച്ച് നീതി ഉറപ്പാക്കി. സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ചു. നിയമം എല്ലാവർക്കും ഒരുപോലെ എന്ന വിശ്വാസം പ്രവൃത്തിയിൽ കാട്ടി. അധ്വാനത്തിന്റെ ഫലം തൊഴിലാളിക്കാണെന്ന നിലപാടിൽ ഉറച്ചുനിന്നു. രേഖകളും രജിസ്റ്ററുകളും സൂക്ഷിച്ച ഉത്തരവാദിത്തമുള്ള ഭരണകർത്താവ്. ആയുധം നൽകുമ്പോഴും തിരിച്ചെടുക്കുമ്പോഴും ഉത്തരവാദിത്തം പാലിച്ചു. ബ്രിട്ടീഷുകാരിൽ നിന്നു തന്നെ തന്ത്രങ്ങൾ പഠിച്ച് തിരിച്ചു പ്രയോഗിച്ച ബുദ്ധിമാനായിരുന്നു അദ്ദേഹം. സിഗ്നൽ സിസ്റ്റം ഉപയോഗിച്ച് ശത്രുവിനെ നിരീക്ഷിച്ച തന്ത്രജ്ഞൻ. ഗറില്ല യുദ്ധത്തിലൂടെ സാമ്രാജ്യത്വത്തെ വിറപ്പിച്ചു. ഭയത്തെ അതിജയിച്ച ധൈര്യമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര. മരണത്തെയും അന്തസ്സോടെ സ്വീകരിച്ച അപൂർവ ദേശാഭിമാനി. കണ്ണുകെട്ടാതെ മരിക്കണമെന്ന ആവശ്യം ആത്മാഭിമാനത്തിന്റെ ഉച്ചസ്ഥായിയിൽ പ്രഖ്യാപിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് അടങ്ങാത്ത ആവേശം പകർന്നു. ഈ മണ്ണ് കണ്ടുകൊണ്ട് മരിക്കണം എന്ന വാക്കുകൾ ചരിത്രമായി. തക്ബീർ വിളിയോടെ വെടിയുണ്ടയെ നേരിട്ടു. രക്തസാക്ഷിത്വം ജനഹൃദയങ്ങളിൽ തീ പടർത്തി. അദ്ദേഹത്തിന്റെ മരണം ഒരാൾക്കല്ല, ഒരു പ്രസ്ഥാനത്തിനായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ചുട്ടുകരിച്ച രേഖകൾ നശിപ്പിച്ചാലും ഓർമ്മകളെ ഒരു പിടി ചാരമാക്കാൻ കഴിയില്ലെന്ന് ചരിത്രം തെളിയിച്ചു. ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടത് അദ്ദേഹത്തിന്റെ ശരീരത്തെയല്ല, ആശയങ്ങളെയായിരുന്നു. അധികാരത്തിന്റെ ചിഹ്നങ്ങളെ ജനപക്ഷത്തേക്ക് തിരിച്ചു. ഭരണാധികാരിയും സമരനായകനുമായ അപൂർവ സംഗമമായിരുന്നു അദ്ദേഹം. ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾക്കുമപ്പുറം ഉയർന്നു നിൽക്കുന്ന പേരായി മാറി. മാപ്പിളമാരെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് ശക്തമായ മറുപടി നൽകി. ദേശീയ പ്രസ്ഥാനത്തിന് തീരാ നഷ്ടമായ നേതാവ്. ടിപ്പുവിന് ശേഷം യഥാർത്ഥ സാമ്രാജ്യത്വ വിരോധിയായി മലബാറിൽ ഉയർന്ന സമര സുൽത്താൻ. അടിമത്തത്തിനെതിരെ ആയുധമെടുത്ത ആ ന്യായബോധത്തിൽ ജനങ്ങൾ വിശ്വാസമർപ്പിച്ചു. ആ സാന്നിധ്യത്തിൽ അവർ ആത്മവിശ്വാസവും വീര്യവും കണ്ടെത്തി. പോരാട്ടം വെറും കലാപമല്ലെന്ന് തെളിയിച്ച, ഭരണശേഷിയും നീതിയിൽ കാർക്കശ്യവും മനുഷ്യത്വത്തിന് പരിഗണനയും നൽകിയ ഭരണപ്രഭാവം. ചരിത്രം മായ്ച്ചാലും ജനസ്മൃതിയിൽ മായാത്ത, അധികാരത്തേക്കാൾ ഉത്തരവാദിത്തം മുൻതൂക്കം നൽകിയ, മതേതരത്വത്തിന് സാമുദായിക സൗഹാർദ്ദത്തിന് പ്രായോഗിക രൂപം നൽകിയ നേതാവ്. രക്തസാക്ഷിത്വം അമരനാക്കിയ, മരണത്താൽ തോൽപ്പിക്കാനാവാത്ത വിപ്ലവകാരി. മലബാറിന്റെ നെഞ്ചിൽ പതിഞ്ഞ സ്വാതന്ത്ര്യ സ്വപ്നവും ഭയരാഹിത്യത്തിന്റെ പാഠപുസ്തകവുമായിരുന്നു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി.